നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ഏകാദശിയാണ്. കൂടാതെ ഫെബ്രുവരി മാസത്തിലെ 4ാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയുമാണ്. പ്രധാനമായും ചില കാര്യങ്ങൾ ജ്യോതിഷപരമായി പരാമർശിക്കുവാൻ സാധിക്കും. ഏകാദശിയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ, ചില അത്ഭുതകരമായ നേട്ടങ്ങൾ സംഭവിക്കാൻ പോകുന്ന ചില രാശിക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്നും ഈ രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടക്കൂറാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരാകുന്നു. കാർത്തിക ആദ്യ കാൽഭാഗമാണ് വരുന്നത്. മേടക്കൂറുകാർക്ക് ഈ സമയം പ്രത്യേകിച്ചും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. ഐശ്വര്യം വർദ്ധിക്കുന്ന അവസരങ്ങൾ സംജാതമാകാം. ഈ ആഴ്ച നിങ്ങൾ ചെയ്യുന്ന ജോലികൾ നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾ സംജാതമാകുവാൻ സാധ്യത ഇരട്ടിച്ചിരിക്കുന്ന സമയമാകുന്നു. കൂടാതെ ഈ സമയത്ത് മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ സിദ്ധിക്കാവുന്നതാണ്. കൂടാതെ അനുകൂലമായ കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം വീടുകളിൽ ഐക്യവും സമാധാനവും നിലനിർത്തുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾക്ക്, കുടുംബത്തിലെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരാം. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഭഗവാൻ നൽകുന്ന ഈ സൗഭാഗ്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഉയർച്ച നൽകും എന്ന കാര്യം തീർച്ച തന്നെയാണ്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനക്കൂറാകുന്നു. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലം തന്നെയാണ് ഈ സമയം. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വരുന്ന 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം മിഥുനക്കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ പല മേഖലകളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ശുഭകരമായി തീരും, പ്രയോജനകരമായി തീരും എന്ന് തന്നെ പറയാം. ഈ സമയത്ത് പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സംജാതമാകും. ബന്ധുക്കളിൽ നിന്നും പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ സംജാതമാകും. കൂടാതെ ഈ സമയം കോടതി സംബന്ധമായ കാര്യങ്ങളിൽ ചില അനുകൂലമായ പരാമർശങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. ഈ സമയം എതിരാളികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ നൽകുവാൻ ശ്രമിക്കും എങ്കിൽ പോലും അത് ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് നീക്കങ്ങൾ പരാജയപ്പെടുത്തുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം കുടുംബത്തോടൊപ്പം ഏതെങ്കിലും മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് അവസരം സിദ്ധിക്കുന്നതാണ്. ഈ സമയം പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾ ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും കൃത്യമായി തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും. ഈ സമയം പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പ്രണയകാര്യങ്ങളിൽ നിങ്ങൾക്ക് പൊരുത്തം ഉണ്ടാകുന്ന ഒരു സമയമാകുന്നു. ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം ഇരട്ടിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് സന്തോഷകരമായ സമയം തന്നെ വന്നു ചേരുകയും അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈ 2 ദിവസങ്ങൾ അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാക്കൂറാണ്. തുലാക്കൂറുകാർക്ക് അനുകൂലമായ ചില ഫലങ്ങൾ വന്ന് ഭവിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, അവസാന പകുതി, ചോതി, വിശാഖം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക്
ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്നതിനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സമ്പത്ത് അതിവേഗം വർദ്ധിക്കുവാനുള്ള ചില അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ സാമൂഹിക സേവനത്തിലോ രാഷ്ട്രീയത്തിലോ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ദിവസങ്ങളാണ് എന്ന് പറയാം. ഈ സമയം നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനോ അനുകൂലമായ ചില കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജനപ്രീതി വർദ്ധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ കൂടുതലാകുന്നു. കൂടാതെ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് ഫലം കാണും. നിങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ജോലിയുമായി ബന്ധപ്പെട്ട് ജോലിയിൽ സംതൃപ്തരായി മാറുന്ന അവസരങ്ങൾ വന്നു ചേരാം. വിദേശത്ത് തൊഴിൽ ലഭിക്കുവാൻ ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അനുകൂലമാണ് നിങ്ങൾക്ക് സമയം. ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത അല്പം വർദ്ധിക്കും എന്നുകൂടി മനസ്സിലാക്കുക. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുരുരുട്ടാതി, അവസാന പാദം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനക്കൂറുകാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് പറയാം. ഭഗവാന്റെ കൃപാകടാക്ഷം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഫലപ്രദമായി തന്നെ വിനിയോഗിക്കുവാൻ സാധിക്കും. കൃത്യമായി തന്നെ ജോലികൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൈവന്നേക്കാം. അത് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ജോലിസ്ഥലത്ത് നൽകുക തന്നെ ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് പൂർണ്ണമായ സഹകരണവും പിന്തുണയും ലഭിക്കുന്ന അവസരങ്ങളും സംജാതമാകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സഹോദരന്മാരുമായി സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്ന അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഈ സമയം ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ അനുകൂലം തന്നെയാണ് നിങ്ങൾക്ക് സമയം. ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും.